ഇരട്ടയാർ സെൻറ് തോമസ് ഫൊറോന വികാരിയായി കഴിഞ്ഞ 5 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ശേഷം രൂപത ആസ്ഥാനത്തേക്ക് മുഖ്യ വികാരി ജനറാളിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റുവാങ്ങി കടന്നുപോകുന്ന ബഹുമാനപ്പെട്ട ജോസ് കരിവേലിക്കലച്ചൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നാൾവഴിയിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിനു മുൻപിൽ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും നറുമലരുകൾ അർപ്പിക്കുവാൻ കഴിയും വിധം അത്ര അനുഗ്രഹ സമ്പൂർണമായ ഒരു ജീവിതമാണ് നമുക്ക് കാണാൻ കഴിയുക. കരിവേലിക്കൽ ജോർജിൻ്റെയും അന്നമ്മയുടെയും 5ാമത്തെ മകനായി ഹൈറേഞ്ചിൻ്റെ കവാടമായ മേരികുളത്ത് 1969 നവംബർ മാസം 21-ാം തീയതി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം മേരികുളം സ്കൂളുകളിൽ നിർവഹിക്കപ്പെട്ടു. SSLC പഠനത്തിനു ശേഷം 1975 ജൂൺ മാസം 16-ാം തീയതി മൈനർ സെമിനാരിയിൽ ചേർന്നു. സുദീർഘമായ പഠന കാലയളവിന് ശേഷം 1986 ഡിസംബർ 26-ന് വൈദികനായി അഭിഷിക്തനായി. 86-87 കാലഘട്ടങ്ങളിൽ വാഴക്കുളം സെൻറ് ജോർജ് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിച്ച ശേഷം 1987 മുതൽ 89 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇരട്ടയാർ സെൻറ് തോമസ് ഫൊറോനയിൽ അസിസ്റ്റന്റ് വികാരിയായി നിയമിതനായി. 89-90 കാലഘട്ടങ്ങളിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഡനായി ചുമതലയേറ്റു. 90-91 കാലയളവിൽ മാവടി സെൻറ് തോമസ് ഇടവകയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 91-92 വർഷത്തിൽ ഉപരിപഠനത്തിനായി B.Ed കോഴ്സിന് ചേർന്ന് പരിശീലനം പൂർത്തിയാക്കി. 1992-94 കാലഘട്ടത്തിൽ വീണ്ടും മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൻ്റെ വാർഡനായി ചുമതലയേറ്റു. 94 മുതൽ 2004 വരെയുള്ള ഒരു ദശാബ്ദക്കാലം മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി പരിലസിച്ചു. 2003 മുതൽ 2007 വരെ പുതുതായി രൂപം കൊണ്ട ഇടുക്കി രൂപതയുടെ വിദ്യാഭ്യാസ ഏജൻസിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. 2017 മുതൽ 2020 വരെ POCയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 2020-2025 കാലഘട്ടങ്ങളിൽ ഇരട്ടയാർ സെൻറ് തോമസ് ഫൊറോന പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2023-24 കാലഘട്ടങ്ങളിൽ ഈ രൂപതയുടെ വികാരി ജനറാളായി സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് മുഖ്യ വികാരി ജനറാളിൻ്റെ ചുമതല 24-25 വർഷങ്ങളിൽ നിർവഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറാളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അഭിവന്യ പിതാവിനോടൊപ്പം രൂപത ആസ്ഥാനത്തേക്ക് കടന്നു പോകുമ്പോൾ ഹൃദയത്തിൽ സ്നേഹവും നന്ദിയും ദൈവത്തിൻ്റെ അനന്ത പരിലാളനയിലുള്ള പരിപാലനത്തിനുള്ള കൃതജ്ഞതയും മാത്രമാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്നത്. പ്രിയപ്പെട്ട ജോസ് കരിവേലിക്കലച്ചൻ ഇരട്ടയാർ ഇടവകയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി സുദീർഘമായ സേവനത്തിന് ശേഷം വികാരി ജനറലായി ഇടുക്കി രൂപതയിലേക്ക് പോകുമ്പോൾ ഇരട്ടയാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ഇരട്ടയാറിൻ്റെ വികസന ചരിത്രത്തിൽ അച്ഛൻ്റെ ഒരു പങ്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരട്ടയാർ ഇടവകയിലേക്ക് അച്ഛൻ കടന്നു വരുന്ന സമയം. ആ കോവിഡിൻ്റെ സമയത്ത് ഈ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലെയും കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ കാണിച്ച ആ വലിയ ഒരു സ്നേഹം ഒരിക്കലും ഗ്രാമപഞ്ചായത്തിന് മറക്കാൻ കഴിയില്ല. അതോടൊപ്പം ഇരട്ടയാറിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരുന്ന കാര്യത്തിൽ അച്ഛൻ വളരെ വലിയ ഒരു കാര്യമാണ് ഈ ഇടവകയ്ക്ക് വേണ്ടിയും അതോടൊപ്പം ഈ പഞ്ചായത്തിന് വേണ്ടിയും ചെയ്തത്. ഇരട്ടയാറിൽ SPC അനുവദിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് നിരവധി പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് പോവുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത് SPC അനുവദിച്ച് സ്കൂളിന് കിട്ടി. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളാണ് ഈ പ്രദേശത്തിന് വേണ്ടി നമുക്ക് അച്ഛനിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഹൈറേഞ്ചിൻ്റെ വിശ്വാസത്തിൻ്റെ വിളനിലങ്ങളിലൊന്നായ ഇരട്ടയാർ ഇടവകയിൽ നമ്മെ കഴിഞ്ഞ 5 വർഷക്കാലം വിശ്വാസന വഴികളിലൂടെ നയിച്ച ശേഷം രൂപതയുടെ മുഖ്യ വികാരി ജനറലായി
ഔദ്യോഗികമായി സ്ഥലം മാറിപ്പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസച്ചൻ, അദ്ദേഹത്തോടൊപ്പം ഈ ഇടവകയുടെ ട്രസ്റ്റിമാരായി കഴിഞ്ഞ 2 വർഷക്കാലം പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ജോസച്ചനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും മനുഷ്യനെന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഒരു കാര്യത്തിന് വ്യഗ്രതയില്ലാതെ എല്ലാ കാര്യങ്ങളെയും സമയത്തോടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ഇടവകയെക്കുറിച്ചും ഇടവക ജനത്തെക്കുറിച്ചും കൃത്യമായ വീക്ഷണവും ബോധ്യവുമുള്ള ഒരു മനുഷ്യൻ. നമ്മുടെ ഇടവകയുടെ സാമൂഹികവും സാമ്പത്തികവും വിശ്വാസപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു നല്ല ഇടയൻ എന്ന് വിശേഷിപ്പിക്കാം. നമ്മുടെ ഇടവകയിൽ ഉപ്പകണ്ണ പ്രദേശവാസികളുടെ ദീർഘകാലമായ ഒരു ആവശ്യമായിരുന്നു നിലവിലുള്ള കപ്പേള പൊളിച്ച് ആ സ്ഥാനത്ത് ഒരു ദേവാലയം കുരിശുപള്ളി നിർമ്മിക്കുക എന്നുള്ളത്. അതിന് നിരവധി പ്രായോഗികമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനും, എന്നാൽ ആ തടസ്സങ്ങളെയെല്ലാം ദൈവഹിതപ്രകാരം മറികടന്നുകൊണ്ട് സമയബന്ധിതമായി മനോഹരമായ ഒരു കൊച്ചു ദേവാലയം ഉപ്പകണ്ടത്ത് പണി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ ആ ഒരു മികവ് കൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തുളസിപ്പാറയിൽ നിലവിലുള്ള ആ കുരിശടിയുടെ നിർമ്മാണ വേലകൾ പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചു. അത് റൂഫിങ് നടത്തി. നമ്മുടെ കുരിശുമലയിൽ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. എങ്കിലും അവിടെ ഏറെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സാധിക്കുന്നത്ര പ്രവർത്തനങ്ങൾ നമ്മൾ കുരിശുമലയിൽ ഇപ്പോൾ നടത്തി വരികയാണ്. പാരീഷ് ഹാളിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ധാരാളമായ കാര്യങ്ങൾ നമ്മുടെ ഈ പരിമിതമായ കാലത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചു. ഇവയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഇടവകയ്ക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം. ഇക്കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ നമുക്കറിയാം, മനോഹരമായൊരു പള്ളിമേട നമുക്കായിട്ട് പണിതീർത്തു. യാതൊരു സാമ്പത്തിക ബാധ്യതകളും അതിന്മേൽ ഇടവകയ്ക്ക് ഉണ്ടായിട്ടുമില്ല. ഏറ്റവും കുറഞ്ഞ നിലവിൽ ആഡംബരങ്ങളൊന്നുമില്ലാതെ എന്നാൽ അത്യാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പള്ളിമുറി, ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം ഒരു ഇടവകയുടെ നാഥൻ എന്ന നിലയിൽ സാമൂഹ്യമായ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ ഇടവകയിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായിട്ട് 5 വീടുകൾ ഇതിനോടകം പണി പൂർത്തീകരിച്ചു. അതുകൂടാതെ 10ഓളം വീടുകൾക്ക് ഭാഗികമായ നിർമ്മാണ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു ഇടവക വികാരിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ഉറപ്പിച്ച് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ട്രസ്റ്റിമാരെന്ന നിലയിൽ തികഞ്ഞ കൂട്ടുത്തരവാദിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇരട്ടയാർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കലച്ചൻ. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ ഇടവകയെ, ഈ ഇരട്ടയാർ ഇടവകയെ അതിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ കഴിവും ആരോഗ്യവും എല്ലാം വ്യയം ചെയ്യുന്നതിൽ അച്ഛൻ ബദ്ധശ്രദ്ധനായിരുന്നു. ഇരട്ടയാർ സെൻറ് തോമസ് സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയിലെ കുട്ടികളെ 750ഓളം വരുന്ന കുട്ടികളെ ഉണ്ണീശോ കളരി മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി, അവരെ സഭയോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, അവരെ വിശ്വാസത്തിൽ വളർത്തുന്നതിന് വേണ്ടി അച്ഛൻ നിരവധിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. നിരവധിയായ ക്ലാസ്സുകൾ, സെമിനാറുകൾ, ബോധവൽക്കരണ പരിപാടികൾ, റാലികൾ എന്നിവയെല്ലാം അച്ഛൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിരുന്നു. രൂപതയിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഇടവകയിലെ കുട്ടികൾ പിന്നോക്കം പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ക്ലാസ്സുകൾ, മറ്റ് കലാസാഹിത്യ മത്സരങ്ങൾക്കുള്ള പരിശീലന പരിപാടികൾ എന്നിവയെല്ലാം അച്ഛൻ ആസൂത്രണം ചെയ്തിരുന്നു. അതിന് നേതൃത്വം വഹിച്ചിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, കുട്ടികളെ സജ്ജരാക്കുന്നതിൽ അച്ഛൻ വേണ്ടത്ര നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും
ഒക്കെ നൽകി അവരെ വളർത്തുന്നതിൽ അച്ഛൻ ബദ്ധശ്രദ്ധനായിരുന്നു. ഇനി ഇടവകയിലെ ഇത്രയേറെ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നതിൽ, വിശ്വാസത്തിൽ വളർത്തുന്നത്, അല്ലെ അവരെ അൾത്താരയോട് ചേർത്ത് നിർത്തുന്നതിൽ ഒക്കെ സഹായിക്കാൻ ഉതകുന്ന വലിയൊരു അധ്യാപക നിരയെ, പ്രബുദ്ധരായ ഒരു അധ്യാപക നിരയെ സജ്ജമാക്കുന്നതിൽ അച്ഛൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. അധ്യാപകർക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും ഒക്കെ നൽകി അവർക്ക് വേണ്ടത്ര ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കി അധ്യാപക നിരയെ കുട്ടികളെ വളർത്തുന്നതിൽ സജ്ജമാക്കുന്നതിന് അച്ഛൻ ശ്രമിച്ചിരുന്നു എന്നതാണ് സത്യം. ഇത്തരുണത്തിൽ അച്ഛൻ ഇവിടുന്ന് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സങ്കടമുണ്ട്. എന്നിരുന്നാലും മുഖ്യ വികാരി ജനറൽ എന്ന പദവി ഏറ്റെടുത്ത് രൂപതയിലേക്ക് സ്ഥലം മാറി പോകുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ജോസ് കരിവേലിക്കൽ അച്ഛന് ഇരട്ടയാർ സെൻറ് തോമസ് സൺഡേ സ്കൂളിൻ്റെ വലിയ ആദരവും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അച്ഛന് മുന്നോട്ടുള്ള നാളുകളിൽ പ്രവർത്തന രംഗത്ത് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആശംസിക്കുന്നു. ഇരട്ടയാർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷങ്ങൾ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമായിരുന്നു. 2020 കോവിഡ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോസ് കരിവേലിക്കൽ അച്ഛന് നമ്മുടെ ഈ ഇടവകയുടെ വികാരിയായും നമ്മുടെ സ്കൂളിൻ്റെ മാനേജരായിട്ടും കടന്നു വന്ന ആ കാലഘട്ടം മുതൽ തന്നെ സ്കൂളിൻ്റെ പാഠ്യേതര രംഗങ്ങളിലും ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ LP വിഭാഗത്തിന് 14 ക്ലാസ് മുറികളുള്ള ഒരു 2 നില കെട്ടിടം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പണി പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടിയിട്ട് 2 ലാബുകൾ പുതിയതായിട്ട് നിർമ്മിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വലിയൊരു ഓഡിറ്റോറിയം സ്കൂളിന് വേണ്ടിയിട്ട് തയ്യാറാക്കുവാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ നമ്മുടെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമുള്ള ബെഞ്ച്, ഡെസ്കുകൾ, ജനലുകൾ, കുട്ടികളുടെ സുരക്ഷിതത്വത്തെ കരുതി സ്കൂളിനോട് ചേർന്നുള്ള ഒരു വലിയ സംരക്ഷണ ഭിത്തി തയ്യാറാക്കുക, ഹൈസ്കൂൾ ബിൽഡിങ്ങിന് മുകളിൽ റൂഫ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരിക, ഇങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളുടെയും സ്കൂളിൻ്റെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിഭാഗങ്ങളിലും തന്നെ ഈ കാലഘട്ടങ്ങളിലെല്ലാം ശാസ്ത്രമേള, സയൻസ് മേള, സാമൂഹ്യശാസ്ത്രമേള, മാത്തമാറ്റിക്സ് മേള, IT മേള, പ്രവൃത്തി പരിചയമേള, ഇതുകൂടാതെ കലോത്സവത്തിലും കായികമേളയിലും എല്ലാം നമ്മുടെ സ്കൂള് എല്ലാ വിഭാഗങ്ങളിലും 1, 2 അല്ലെങ്കിൽ 3-ാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ 5 വർഷക്കാലവും നമ്മുടെ സ്കൂളിൽ KCSL ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ 1ാമതായിരുന്നു എന്ന് പറയാനായിട്ട് വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ സെക്രട്ടറി ആയിട്ടും KCBC വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടുമൊക്കെ പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസച്ചന് സ്കൂളിനോടും അധ്യാപകരോടും കുട്ടികളോടുമെല്ലാം വലിയൊരു സ്നേഹമുണ്ടായിരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറലായിട്ട് കരിമ്പൻ ബിഷപ്സ് ഹൗസിലേക്ക് യാത്രയാവുന്ന പ്രിയ ബഹുമാനപ്പെട്ട മോൺസിന്യൂർ ജോസ് കരിവേലിക്കൽ അച്ഛന് ഇരട്ടയാർ സെൻറ് തോമസ് സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ഇരട്ടയാറിൻ്റെ അക്ഷരക്കളരി എന്നറിയപ്പെടുന്ന സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ്. കഴിഞ്ഞ 5 വർഷക്കാലം സ്കൂൾ മാനേജരായിരുന്ന മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അച്ഛൻ സ്കൂളിൻ്റെ എല്ലാവിധ വികസനത്തിലും വളർച്ചയിലും എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിലും സ്കൂളിനെ നല്ല നിലയിൽ എത്തിച്ചു. ഇന്ന് അറിവിൻ്റെയും ജീവിത മൂല്യങ്ങളുടെയും നന്മയുടെയും ഏറെ ഫലം ചൂടി നിൽക്കുന്ന ഇരട്ടയാർ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ വളർച്ചയിൽ ഏറെ അധ്വാനിച്ച, ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്ന മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അച്ഛന് സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാ മാതാപിതാക്കളുടെയും സ്നേഹനിർഭരമായ യാത്രാമംഗളങ്ങളും 1000 പ്രാർത്ഥനാശംസകളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. യുവജനങ്ങൾ എന്നും സഭയുടെ ക്രീമാണല്ലോ. സഭ അവരെ നെഞ്ചിലേറ്റുന്നു. ഇരട്ടയാർ ഇടവകയിലെ യുവജനങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അച്ഛൻ. അച്ഛൻ്റെ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും കരുതലുകളുമൊക്കെ ഞങ്ങളെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്.
ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുൻപ് തന്നെ അച്ഛൻ അതിൻ്റെ വരും വരാഴികളെപ്പറ്റി ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. അത് നല്ലവണ്ണം ചെയ്യുവാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ അച്ഛൻ ഞങ്ങൾക്ക് നൽകാറുമുണ്ട്. അച്ഛനിൽ നിന്ന് ഈ മാർഗ്ഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളുമെല്ലാം ഏറ്റുവാങ്ങി രൂപതയിലെ തന്നെ മികച്ച യുവജന നിരയെ വാർത്തെടുക്കുവാൻ ഇരട്ടയാർ ഇടവകയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അച്ഛൻ്റെ ദീർഘവീക്ഷണവും ത്യാഗമനോഭാവവും ആത്മീയ അടിത്തറയുമാണ് എന്നത് ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. രൂപത കലോത്സവത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നത് ഇരട്ടയാറിലെ യുവജനങ്ങളായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി അച്ഛൻ്റേത് മാത്രമായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിനും വിവിധ മത്സരങ്ങളിൽ ഞങ്ങളെല്ലാം പങ്കെടുപ്പിക്കുന്നതിനും അച്ഛൻ ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു. അച്ഛൻ ഇവിടെ നിന്ന് രൂപതയിലേക്ക് മുഖ്യ വികാരി ജനറലായി സ്ഥലം മാറിപ്പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാ സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. അച്ഛന് 1000 ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഞങ്ങൾ നേരുന്നു. നന്ദി. ഇരട്ടയാർ ഇടവകയിലെ കുഞ്ഞു മിഷണറിമാരായ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ ബഹുമാനപ്പെട്ട ജോസ് കരിവേലിക്കൽ അച്ഛൻ നലം തികഞ്ഞ ആത്മസമർപ്പണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്ന് തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പൗരോഹിത്യത്തെ സ്നേഹിച്ചുകൊണ്ട് പാപങ്ങളെ കരുതാൻ കുടുക്കയിൽ നാണയം ഇടാൻ ഞങ്ങളെ പഠിപ്പിച്ച, അൾത്താരിയിലെ ദിവ്യബലി എന്ന മഹാവിരുന്നിലേക്ക് ഞങ്ങളെ ആകർഷിപ്പിച്ച, ഞങ്ങളുടെ കുറവുകളെ നോക്കി കാർക്കശ്യം കാണിക്കാത്ത ഒരു നല്ല അപ്പന്റെ സ്നേഹം നൽകിയ, സഭയെ സ്നേഹിക്കാൻ തന്റെ വിജ്ഞാനപ്രദവും ലളിതവുമായ വാക്കുകളാൽ ഞങ്ങളെ പഠിപ്പിക്കുകയും CML എന്ന സംഘടനയെ സ്നേഹിക്കാനും അറിയുവാനും തീഷ്ണതയോട് പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട അച്ഛ, നല്ല ദൈവം അങ്ങയുടെ പൗരോഹിത്യ ജീവിതത്തെ എന്നും മഹത്വപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് CML കുടുംബത്തിന്റെ യാത്രാമംഗളങ്ങൾ. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന ആദർശവാക്യത്തെ ഹൃദയത്തിലേന്തി മുന്നേറുന്ന തിരുബാല സഖ്യ സംഘടനയിലെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഓജസ്സും തേജസ്സും പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും നൽകി ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഈശോയുടെ കയ്യൊപ്പ് ചാർത്തി കുഞ്ഞുങ്ങളായ ഞങ്ങളെ സ്നേഹിച്ച് നയിച്ച സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മോൺസിഞ്ഞർ ജോസ് കരിവേലിക്കൽ അച്ഛന് തിരുബാല സഖ്യ കുഞ്ഞുങ്ങളുടെ സ്നേഹനിർഭയമായ യാത്രാമംഗളങ്ങളും പ്രാർത്ഥനാശംസകളും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇരട്ടയാർ ഇടവകയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം ആത്മനിറവിൻ്റെ വർഷങ്ങളായിരുന്നു. ഏതൊരു വികാരിയച്ഛനും തൻ്റെ ഇടവകയിലേക്ക് വരുമ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ എങ്ങനെ ആത്മീയ ഉണർവ് നൽകി ആത്മരക്ഷ ഉറപ്പാക്കാമെന്നാണ്. നമ്മുടെ വികാരിയച്ഛൻ ഇവിടെ വന്നപ്പോൾ മുതൽ അതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. പ്രാർത്ഥന കൂട്ടായ്മകളെ ചേർത്ത് പിടിച്ചിരുന്നു. ഇവിടെ മുടങ്ങിൽ കിടന്നിരുന്ന ദിവ്യകാരുണ്യ ആരാധനയും വചന സന്ദേശവും ആദ്യ ഞായറാഴ്ചകളിൽ തുടങ്ങാൻ അച്ഛൻ പരിശ്രമിച്ചു. അതോടൊപ്പം ഇടവകയുടെ ആത്മനവീകരണത്തിന് വേണ്ടി ഇടവകയുടെ നാനാഭാഗങ്ങളിലേക്ക് നടന്ന് ജപമാല ചൊല്ലുന്ന 5 ജപമാല റാലികൾ നമ്മുടെ ഇടവകയിൽ നടത്തുവാൻ വികാരിയച്ഛൻ മുൻകൈയെടുത്തു. കൂടാതെ നമ്മുടെ ഇടവകയിലെ ആത്മനിറവിന് വേണ്ടി ആത്മീയ ഉണർത്തുന്നതിന് വേണ്ടി LSS ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ, പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ജീവിതം, ഇതിനായിട്ട് ഇരട്ടയാർ ഇടവകയിൽ 5 ബാച്ചുകളാണ് നമ്മുടെ വികാരിയച്ഛൻ ക്രമീകരിച്ചത്. ഇടുക്കി രൂപതയിലെ മറ്റ് ഒരു ഇടവകയിലും നടത്താത്ത 5 LSS ബാച്ചുകൾ. ഇതെല്ലാം നമ്മളുടെ ഇടവകയിലെ ആത്മനിറവിന് വേണ്ടി അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്, മുൻകൈയെടുത്ത് നടത്തിയ കാര്യങ്ങളാണ്. നമുക്കച്ഛനെ നന്ദിയോടെ ഓർക്കാം. അച്ഛൻ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ആത്മീയ പ്രവർത്തകർക്കും ഒത്തിരി നന്ദി പറയാം. അച്ഛൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ദൈവാനുഗ്രഹവും ഇരട്ടയാർ സെൻറ് തോമസ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ഭക്തസംഘടന വളർത്തുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്ന വ്യക്തിയായിരുന്നു മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അച്ഛന്. വിൻസെൻ്റ് പോൾ സംഘടനയ്ക്ക് കരിവേലിക്കൽ അച്ഛനോട് പ്രത്യേക കടപ്പാടും നന്ദിയുമുണ്ട്. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോവിഡ് കാലത്താണ് അച്ഛൻ ഇരട്ടയാർ ഇടവിൽ ചാർജ് എടുക്കുക. വിൻസെൻ്റ് പോൾ സംഘടന ഞായറാഴ്ച തോറും കൂടുന്ന സംഘടനയാണെങ്കിലും കോവിഡിൻ്റെ പരിമിതികൾ മൂലം കൂടാൻ സാധിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ആ സംഘടന ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി. 85 വയസ്സോളം പ്രായമുണ്ടായിരുന്ന പുളിയങ്കുന്നൽ അപ്പഞ്ചേട്ടൻ ഉൾപ്പെടെയുള്ള 20ഓളം അംഗങ്ങളും ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അന്നു മുതൽ ഇരട്ടയാർ ഇടവകയിൽ പൂർവാധിക ശക്തിയായിട്ട് വിൻസെൻ്റ് പോൾ സംഘടന പ്രവർത്തിച്ചു തുടങ്ങി. പാവങ്ങളോട് പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നൊരു വ്യക്തിയാണ് ജോസ് കരിവേലിക്കൽ അച്ഛന്. പാവങ്ങൾ കരയുന്നതും അവർ വിഷമിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടറുമായിരുന്നു. അതുകൊണ്ട്
വേദന അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുവാനും അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കുവാനും ഭൗതികമായിട്ടോ സാമ്പത്തികമായിട്ടോ ആധ്യാത്മികമായിട്ടോ അവരെ സഹായിക്കാൻ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തിരുന്നു. ഇരട്ടയാർ ഇടവകയിലെ മുഴുവൻ ആളുകളെയും പ്രത്യേകം മനസ്സിലാക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജോസ് കരിവേലിക്കലച്ചന്. അദ്ദേഹം നല്ലൊരു വിൻസെഷനായിരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഓരോ വിൻസെൻ്റ് പോൾ സംഘടനാ പ്രവർത്തകനും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ടതായ രംഗങ്ങളിലെല്ലാം ഞങ്ങൾക്ക് മുമ്പേ ചെന്നില്ലുകയും അവർക്ക് വീട് പണിത് കൊടുക്കുന്ന കാര്യത്തിലാട്ടെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 5ലധികം വീടുകൾ ഒറ്റയടിക്ക് പണിത് 4 വർഷം കൊണ്ട് പണിത് തീർക്കാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിലും രോഗികളായി കിടക്കുന്ന ആൾക്കാർക്കും ആവശ്യമായ സഹായങ്ങൾ മറ്റാരും അറിയാതെ തന്നെ കൊടുത്തു. അങ്ങനെ ഒരു നല്ല വിൻസെഷനായിട്ട് പ്രവർത്തിക്കാൻ അച്ഛന് സാധിച്ചു. അതിനാൽ തന്നെ വികാരിച്ചനോട് ഇരട്ടയാർ ഇടവയ്ക്ക് വളരെയധികം കടപ്പാടും പ്രത്യേകിച്ച് വിൻസെൻ്റ് പോൾ സംഘടനയ്ക്ക് അതോടെ വളരെയധികം സ്നേഹവും കടപ്പാടുമുണ്ട്. ഭൂമിയിലെ സ്വർഗമായ കുടുംബത്തിൻ്റെ വിളക്കായ അമ്മമാർ തെളിഞ്ഞ നാളമായി ശോഭിക്കാൻ ഞങ്ങൾക്കെന്നും വഴികാട്ടിയും മാർഗദർശിയുമായി ഞങ്ങളുടെ പ്രിയ ജോസച്ചൻ ഇരട്ടയാർ സെൻറ് തോമസ് കുടുംബത്തിൻ്റെ പടിയിറങ്ങി 5 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഇടുക്കി രൂപതയുടെ വാതായനങ്ങൾ കടന്ന് മോൺസിഞ്ഞോർ എന്ന ഉന്നത പദവിയിലേക്ക് കടക്കുമ്പോൾ ഇരട്ടയാർ മാതൃവേദി കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ ഒന്നു ചേർന്ന് അച്ഛനെ ആശംസിക്കുകയാണ്. അച്ഛൻ്റെ വൈദിക ജീവിതം എന്നും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു ശോഭിക്കുവാൻ അച്ഛന് ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഇരട്ടയാർ മാതൃവേദി യൂണിറ്റിൻ്റെ ഓരോ അമ്മമാരുടെ പേരിലും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോന വികാരിയായി കഴിഞ്ഞ 5 വർഷക്കാലം സേവനമനുഷ്ഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഇരട്ടയാർ ഇടവകയിലെ തൻ്റെ സേവനങ്ങൾ പൂർത്തിയാക്കി രൂപത ആസ്ഥാനത്തേക്ക് മുഖ്യ വികാരി ജനറാളിൻ്റെ ചുമതല പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് വിടവാങ്ങുമ്പോൾ ദൈവതൃക്കരങ്ങളിൽ അദ്ദേഹത്തെ സമർപ്പിക്കുകയും ഇരട്ടയാർ ഇടവകയ്ക്ക് ചെയ്ത അനന്തമായ സേവനങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്.